കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി രൂപീകൃതമായിട്ട് 75 വർഷങ്ങൾ പിന്നിടുകയാണ്. 75ാം വാർഷികത്തിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികളും പരിപാടികളും സമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1001 കുട്ടികളാണ് അമ്മത്തൊട്ടിലുകൾ വഴി സർക്കാരിൻ്റെ സംരക്ഷണയിലേക്ക് എത്തപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പെൺകുട്ടികളാണ്. പെൺകുഞ്ഞുങ്ങളാണ് ആ കരുതലിലേക്ക് എത്തിയത്. ഒരു കുട്ടിയുടെ ജന്മാവകാശമായി കരുതുന്നത് അമ്മയുടെ മുലപ്പാലാണ്. നിർഭാഗ്യവശാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആ മുലപ്പാൽ ലഭിക്കുന്നില്ല. അപ്പോൾ ആ മുലപ്പാൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് ശിശുക്ഷേമ സമിതി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകും. അതിൻ്റെ ഭാഗമായി 2027 ജനുവരിയോടുകൂടി തിരുവനന്തപുരത്തെ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഒരു ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 75 ലക്ഷം രൂപയോളം ചിലവ് വരും. വിവിധ സന്നദ്ധ സംഘടനകളുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തെ തന്നെ ആദ്യത്തെ മുലപ്പാൽ ബാങ്ക് സ്ഥാപിക്കുന്ന, ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സ്ഥാപിക്കുന്ന ദത്തെടുക്കൽ കേന്ദ്രമായി ശിശുക്ഷേമ സമിതിയുടെ ദത്തെടുക്കൽ കേന്ദ്രം മാറും.